ഹായ് ഫ്രണ്ട്സ്. ഇന്ത്യ ന്യൂസിലാൻഡ് തേർഡ് ODI കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 41 റൺസിന് തോൽച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചിലരൊക്കെ എയറിലാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആദ്യത്തെ 2 വിക്കറ്റ് അവർക്ക് പെട്ടെന്ന് തന്നെ പോയി. അതിനുശേഷം മിച്ചൽ ഫിലിപ്സ് കൂട്ടുകെട്ട് വരികയും അത് റൺസ് കണ്ടെത്തി വലിയ സ്കോറിലേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ തിരിച്ച് ചേസിങ് പറയാതിരിക്കാൻ പറ്റത്തില്ല. വിരാട് കോഹ്ലി ചേസ് മാസ്റ്റർ തന്നെയാണ്, സമ്മതിച്ചു കൊടുക്കണം. അയാളുടെ ഫിറ്റ്നസ് ആണ് അയാളുടെ ഫോം. ഇതേ പ്രായമായ ആൾക്കാരൊക്കെ ഫോം ഔട്ട് ആവുന്നതിന് കാരണം ഒന്നും തന്നെ ഫിറ്റ്നസ് ഇല്ലാത്തതാണ്. ബ്രില്യൻ്റ് ആയിട്ട് അയാളുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിസ്സാര 108 പന്തിൽ നിന്ന് അയാൾ 124 റൺസ് നേടി. നമുക്കൊരു വിശ്വാസം നൽകിയൊരു വലിയൊരു റണ്ണാണ്. അതിലേക്ക് അയാൾ എത്തിച്ചേരാൻ മാക്സിമം ശ്രമിച്ചു. അയാൾക്ക് കൂടെ റെഡ്ഡി 57 പന്തിൽ നിന്ന് 53 റൺസ് നേടി. പിന്നൊരാള് പറയാതിരിക്കാൻ വയ്യ, ഹർഷിത് റാണ 43 ബോളിൽ നിന്ന് 52 റൺസ് നേടി. വളരെ ബ്രില്യൻ്റ് ആയി, നല്ല എക്സ്പീരിയൻസ് ബാറ്റ്സ്മാൻ കളിക്കുന്ന പോലെ വിരാട് കോഹ്ലിയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കളിച്ചു. അത്തരത്തിലുള്ള ഒരു പ്ലെയർ നമുക്ക് 2020 നല്ല യൂസ് ചെയ്യുമാണ്. അയാളെ ഒരു ഓൾറൗണ്ടറിലേക്ക് എത്തിക്കേണ്ടത് നമ്മളെ മാനേജ്മെന്റിന്റെ കടമയാണ്. അതിനുള്ള ടാലന്റ് ഒക്കെ ഉണ്ട്. നമ്മൾ മുമ്പ് കണ്ടതാണ്, ഇപ്പോഴും കണ്ടതാണ്. അതുകൂടാതെ ഇന്നത്തെ കളിയുടെ പ്രത്യേകത നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കുറെ നാഴികക്കല്ലുകൾ തുറന്നൊരു മത്സരമാണ്. നമ്മൾ ഇൻഡോറിൽ ആദ്യമായി തോൽക്കുന്നു, ന്യൂസിലൻഡിന്റെ കൂടെ സീരീസ് തോക്കുന്നു, സീരീസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു മത്സരത്തിൽ ന്യൂസിലൻഡിന്റെ തോക്കുന്നു. അതൊക്കെ ഈ കളിയിൽ സംഭവിച്ചു. നമ്മൾ ഒരു അനലൈസ് നോക്കുന്ന സമയത്ത് ഡാരൽ മിച്ചൽ, ക്ലെയിൻ ഫിലിപ്പ് അവർ രണ്ടുപേരും, മിച്ചല് 137 റൺസും ഫിലിപ്പ് 106 റൺസും നേടിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തുള്ള ഒരു ബോളിംഗ് അറ്റാക്ക്, ഒരു ക്യാപ്റ്റൻസിയില് നമ്മൾ മാത്രം ഒരു കണ്ടെത്തലാണ്, ഒരു ക്യാപ്റ്റൻസിയില് വളരെ ഒരു മോശം എന്ന് വെച്ചാൽ ഒരു അറ്റാക്കിംഗ് ബോളിംഗ് അല്ല അവിടെ നമ്മൾ നൽകിയത്. ഒരു പ്ലാൻ ചെയ്യുന്നില്ല, വെറുതെ ബോൾ എറിയുന്നു, റൺസ് കണ്ടെത്തുന്നു, അങ്ങനെയാണെന്ന് തോന്നിയത്. അവർക്ക് ടെൻഷനിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഡിഫിക്കൽട്ടിലേക്ക് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗില്ല് ശരിക്കും ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്ലാൻ ബോളേഴ്സിനെ കൊണ്ട് അങ്ങനെ ഒന്നും നമ്മളത് കാണുന്നില്ല. ഫീൽഡിംഗ് സെറ്റപ്പിലായാലും അതൊന്നും കാണുന്നില്ല. ഫീൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ തോൽവിയുടെ മെയിൻ കാരണക്കാരൻ ഫീൽഡിംഗ് ആണ്. അവരെ ബ്രില്യൻ ഫീൽഡിംഗ് ആണ്. കോഹ്ലി, റാണ സഖ്യമൊക്കെ നിൽക്കുന്ന സമയത്ത് ഏകദേശം 4-5 ഫോറോളം അവരവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതൊരു ബ്രില്യൻ്റ് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നവർക്ക് കമന്റ് ചെയ്യാം. എന്തെങ്കിലും വിപരീതമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. അപ്പം ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. തുടർന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.